കുറേ നാളുകൾക്ക് ശേഷം ഞാനൊരു ചിക്കൻ കറി വെക്കാം കേട്ടോ. ഹസ്ബൻഡ് വീട്ടിലുള്ള ദിവസം ഹസ്ബൻഡ് പെട്ടെന്ന് കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ പോയി വാങ്ങിയിട്ട് വന്നതാണ്. അപ്പോൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പച്ചമുളക് എല്ലാം കൂടെ പേസ്റ്റാക്കി സവാള അരച്ചു. പിന്നെ കുറച്ച് ചുമന്നുള്ളി ഇട്ട് കടുക് വറുത്തിട്ട് അതിലേക്ക് ഞാൻ സവാള ചേർത്ത് കേട്ടോ. പിന്നെ ജിഞ്ചർ ഗാർലിക് പച്ചമുളക് എല്ലാം കൂടെ പേസ്റ്റാക്കി അത് ഉപ്പും കൂടി ഇട്ട് ഈ ചിക്കനിൽ ഒരു 10-20 മിനിറ്റ് പുരട്ടി വെച്ചു കേട്ടോ, നന്നായിട്ട് പിടിക്കാനായിട്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ പൊടികളൊക്കെ ആഡ് ചെയ്തു. മല്ലിപ്പൊടി ആഡ് ചെയ്തു, മുളക് പൊടി ആഡ് ചെയ്തു, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. പിന്നെ ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ചിക്കൻ മസാലയാണ്. സിമ്പിൾ ചിക്കൻ കറിയാണ്. ഞാൻ വെക്കുന്നൊരു ചിക്കൻ കറി എൻ്റെ വീട്ടുകാർ കഴിക്കുന്ന ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടി എനിക്കുണ്ട്. എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാമല്ലോ. അതുപോലെ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ വെക്കുന്നത്. ശരിയാവോ ഇല്ലെന്നൊന്നും അറിയില്ല. പൊടിയിട്ട് ഇളക്കിയ ആ ഒരു ഗ്രേവിയിലേക്ക് ഞാൻ ഈ പെരട്ടി വെച്ചതും ചിക്കൻ എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് വെള്ളക്കോഴിയാണ്, അപ്പോൾ നമ്മൾ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് തന്നെ ഇങ്ങനെ ഊറി ഇറങ്ങിക്കോളും. അപ്പോൾ അതേ ആയില്ലേ ചിക്കൻ ആയില്ലേയും ചോദിച്ചു ഇടയ്ക്കിടയ്ക്ക് ഹസ്ബൻഡ് അടുക്കളയിൽ വരുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്ന ഹസ്ബൻഡാണ് കേട്ടോ. ഹസ്ബൻഡ് നന്നായിട്ട് ചിക്കൻ കറി വെക്കും. അങ്ങനെ ചിക്കൻ കറി റെഡിയായി. പക്ഷേ ചെറുതായിട്ട് നടുക്കി പിടിച്ചു കേട്ടോ. കാരണം പൊന്നു കറിഞ്ഞപ്പോൾ പൊന്നിനെ എടുക്കാൻ ഓടിയതാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ടേസ്റ്റ് ചെയ്യാണ്. പിന്നെ എങ്ങനെയുണ്ടെന്ന് അവരിപ്പോൾ പറയും. അപ്പോൾ ഞാൻ എന്തും അടിപൊളിയാണല്ലോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫോർ മോർ വീഡിയോസ്. ബൈ.